ഇപ്പോൾ വിമാനത്തിൻ്റെ അത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയുടെ മുഴുവൻ നീളവും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അത്രയും നീളം അതിനാവശ്യമില്ല എന്നതാണ്. 2538 മീറ്ററാണ് ഈ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ ആവശ്യമായ നീളം. എന്നാൽ ഇതും റൺവേയുടെ മുഴുവൻ നീളവുമായ 3500 മീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ അവിടെ നിന്ന് പ്രതികരിക്കുമ്പോൾ ചിലരൊക്കെ നമ്മളോട് പറഞ്ഞത് അസഹനീയമായ ചൂടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ അത്രയധികം ചൂട് വരുമ്പോൾ അങ്ങനെ ആകാം, അതിൻ്റെ സാങ്കേതികത അങ്ങനെ ആകാം എന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിശദമായി തന്നെ അന്വേഷണം കടന്നു ചെല്ലും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അനുജ, ഉറപ്പായും ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ അതിൻ്റെ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നതാണ്. മറ്റൊന്ന്, ഈ സാഹചര്യങ്ങളുടെ എന്തെങ്കിലും സമ്മർദ്ദം വിമാനത്തിന് അല്ലെങ്കിൽ അതിലെ പൈലറ്റിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നതാണ്. ഈ രണ്ട് വിഷയങ്ങളിലും അന്വേഷണം നടക്കുമെന്നാണ്. ഇന്നലെ ചിലർ പറഞ്ഞത് ഈ വിമാനത്തിൻ്റെ റൺവേ അത് പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അപകടമുണ്ടായി എന്നൊക്കെയുള്ള ചില പ്രിമച്ചുറായ ചില വിശദീകരണങ്ങളോ അല്ലെങ്കിൽ ചില വിശകലനങ്ങളോ വന്നിരുന്നു. അത് നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ DGCയുടെ ഔദ്യോഗിക സ്ഥിരീകരണം, എയർപോർട്ട് അതോറിറ്റിയുടെയൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അനുജ, ഇതിൽ പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത് ഈ ബോയിങ് വിമാന കമ്പനിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ തന്നെയാണ്. 787 എന്ന ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ അതിന് ഇൻഹറൻ്റായി തന്നെ ചില പോരായ്മകളുണ്ട് എന്നാണ് എല്ലാവരും അല്ലെങ്കിൽ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ബോയിങ് കമ്പനി അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ പാരീസ് എയർ ഷോയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഈ അപകടം അറിഞ്ഞതോടെ അവർ അവിടേക്കുള്ള യാത്ര റദ്ദാക്കി ഉന്നത മീറ്റിങ്ങുകളിലേക്കൊക്കെ പോയി എന്ന് മാത്രമാണ് ബോയിങ് കമ്പനി റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. അവരുടെ എയർ ഷോയിലെ പുതിയ വിമാനങ്ങൾ അവതരിപ്പിക്കാനൊക്കെ ഉള്ളൊരു യോഗത്തിലേക്ക്, എയർ ഷോയിലേക്ക്, പാരീസിലെ എയർ ഷോയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അതൊക്കെ ഒഴിവാക്കി എന്താണ് അവരുടെ ഈ ബോയിങ് 787 സംഭവിച്ചതെന്നത് സംബന്ധിച്ച വിശദമായ പഠനത്തിലേക്ക് അവരൊക്കെ മാറി. അതിൻ്റെ CEO ഉൾപ്പെടെയുള്ളവർ എന്ന് റോയിട്ടേഴ്സ് പറയുന്നുണ്ട്. അവർ റോയിട്ടേഴ്സിന് അതിലെ CEO നൽകിയ വളരെ ഹ്രസ്വമായ അഭിമുഖത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബോയിങ് 787 എന്ന വിമാനത്തിന് 5 തരം പോരായ്മകളുണ്ട് എന്നാണ് വിദഗ്ധർ ഈ കമ്പനിയോട് നേരത്തെ ഉപദേശിച്ചിട്ടുള്ളത്. അന്ന് ഈ ബോയിങ് കമ്പനി അങ്ങനെ ഉപദേശിച്ചവരുടെ വായടപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനോ അതിനെ പൂർണ്ണമായി അവഗണിക്കാനോ ഒക്കെയാണ് ശ്രമിച്ചത്. അന്ന് അവർ നൽകിയ മുന്നറിയിപ്പുകൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അതിൽ ഒന്ന്, അതിൻ്റെ എൻജിൻ പ്രശ്നങ്ങൾ; 2, അതിൻ്റെ ഗിയർ പ്രശ്നങ്ങൾ; 3, ഫ്ലാപ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ; 4, ലോസ് ഓഫ് ക്യാബിൻ പ്രഷർ. ഇങ്ങനെ എണ്ണമിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ ലീക്കേജ് സംബന്ധിച്ച് ജപ്പാൻ എയർലൈൻസും അമേരിക്കയിലെ ഒരു US എയർലൈൻസും, 2 സ്വകാര്യ എയർലൈൻസുകൾ 2014 പരാതിപ്പെട്ടത് ആ വിമാനങ്ങൾ പിന്നീട് അവർ പറത്തിയില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജപ്പാൻ്റെയും അമേരിക്കയുടെയും 2 സർവീസുകൾ അങ്ങനെ പറത്താതിരുന്നതിനെ പറ്റിയും ഉള്ള റിപ്പോർട്ടുകൾ ഈ ബോയിങ് 787 പറ്റി പറയുന്നുണ്ട്. 2024 ഡിസംബറിൽ ഈ ബോയിങ് വിമാനത്തിനുണ്ടായ 787 ചില പ്രശ്നങ്ങളെപ്പറ്റി അന്ന് തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നതാണ്. റിപ്പോർട്ടുകൾ വന്നിട്ടാണ് ന്യൂഡൽഹി ബർമിംഗ്ഹാം വിമാനത്തിനാണ് ആ പ്രശ്നം ഉണ്ടായത്. അത് എയർ ഇന്ത്യയുടെ 113, അതിന് ഹൈഡ്രോളിക് ലീക്ക് ആയിരുന്നു അന്നുണ്ടായത്. അപ്പോൾ ഈ വിമാനം അങ്ങനെ സാങ്കേതിക തികവാർന്ന വിമാനം ആണ് എന്ന ഏതെങ്കിലും തരത്തിൽ ഈ ബോയിങ് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അതായത് മാത്രമല്ല എസ് വിജയകുമാർ, ഈ വിമാനം തന്നെ ഇതിനു മുൻപ് ഡിസംബറിലാണെന്ന് തോന്നുന്നു ഒരു തവണ സാങ്കേതിക തകരാറ് മൂലം തിരിച്ച് നിലത്തിറക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വിമാനത്തിന് തന്നെ അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും ഇന്നലെ തന്നെ പുറത്തു വന്നതുമാണ്.